Yes, sir. ഓക്കെ. അൺസർട്ടനിറ്റി ഇൻ എക്സ് എങ്ങനെയാ കണ്ടെത്തുക? ഡെൽറ്റ എക്സ് അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? Delta x is equal to square root of ഉം. x square minus x whole square. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ Expectation x square minus expectation x square. Expectation x whole square. ഓക്കെ ഓക്കെ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടെത്തുക? Integral minus infinity to infinity psi x psi star x psi. എക്സ് സ്ക്വയർ നമ്മൾ എക്സ് സ്ക്വയറിന്റെ X square എക്സ്പെക്ടേഷൻ. psi. Okay. ഇത് മുഴുവൻ എക്സിലായതുകൊണ്ട് വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആയിരിക്കും ഡി എക്സ് എടുക്കാം. ദെൻ എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു Psi star x എക്സ് psi dx. ഓക്കെ. ഇവിടെ നമുക്ക് ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. ദെൻ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? Root k into e raised to minus k mod x. K mod x. ഓക്കെ. സോ അപ്പം ഇത് രണ്ടും ചെയ്തിട്ട് ഉത്തരം പറ. അഭിഷേക് ചെയ്തിട്ട് ഉത്തരം പറയണേ. ചെയ്യാം. Okay, sir. എല്ലാരും ചെയ്യട്ടോ. നമുക്ക് സൈ തന്നിട്ടുണ്ട്, സൈ സ്റ്റാർ കണ്ടെത്തണം, പിന്നെ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറും എക്സ്പെക്ടേഷൻ എക്സും കണ്ടെത്തണം. ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരും. ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു? ഒരു ഇൻഫിനിറ്റി എന്നാ വരുന്നത്. എന്നിട്ട് ആ സെന്ററിലൊരു ഡിപ്പ്. ഇതാണ് ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ. അതിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഈ പ്രോബ്ലം ചെയ്തിട്ട് ഉത്തരം പറയുക. ഡെൽറ്റ എക്സ് എന്ത് കിട്ടും? ഇതൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുവാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. Sir, one now. ഇല്ല. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എന്താ കിട്ടിയത്? 1 ആണ് sir കിട്ടിയത്. കിട്ടണേ. ചെയ്ത് നോക്കട്ടെ. Wave function equal to root k e raised to minus k mod x. Psi star അത് തന്നെ കിട്ടും. root k e raised to minus k mod x. Expectation x square equal to integral psi star x square psi dx. കോൺസ്റ്റന്റ് എടുത്താൽ ഇന്റഗ്രൽ k x square e raised to minus 2k mod x. കെനെ വെളിയെടുത്തു. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. കെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 2k mod x. ഇതൊരു ഈവൻ ഫംഗ്ഷൻ അല്ലേ? മൈനസ് ഇൻഫിനിറ്റി സിമെട്രിക് ലിമിറ്റ് മൈനസ് എൽ ടു പ്ലസ് എൽ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഈവൻ ഫംഗ്ഷൻ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതുക? 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ. ദെൻ is equal to ഞാൻ അവിടെ 2k എന്ന് എഴുതി. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x square e raised to minus 2k mod x dx.
0 to infinity. പോസിറ്റീവ് ലിമിറ്റിൽ മോഡ് എക്സിന്റെ വാല്യൂ എന്താ? mod x equal to x for 0 greater than for x greater than or equal to 0 minus x for x less than 0. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ 0 to infinity mod x ന് x എന്ന് കൊടുക്കാം. ദെൻ ചെയ്ത് നോക്കിയേ 1 കിട്ടില്ല ഉത്തരം. ഓക്കെ, ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടും? 1 ഇങ്ങനെ കിട്ടിയേ. സാർ ഞാൻ എക്സ് സ്ക്വയർ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കിട്ടി. തെറ്റാ. Then integral 0 to infinity x raised to n e raised to minus ax dx എന്തായിരുന്നു? n factorial by a power n plus 1. ഇത് കാണാണ്ട് പഠിക്കണേ. ഇത് കുറേ സ്ഥലത്ത് നമ്മളിപ്പോ കണ്ടു. 2k into ഇവിടെ n എന്ന് പറഞ്ഞാൽ 2 factorial by 2k whole power 3 എന്ന് വരും. Then 2 by 2k എന്ന് വരും. 2k whole square is equal to 1 by 2k square. Expectation x ചെയ്താൽ എന്ത് കിട്ടും? Expectation x ചെയ്താൽ 0 എന്ന് കിട്ടും. എക്സ്പെക്ടേഷൻ എക്സ് എങ്ങനെയാ 0 ആയത്? നിങ്ങളവിടെ ആ ലിമിറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഈവൻ ലിമിറ്റ് ഓഡ് ഫംഗ്ഷൻ എന്ന് വരും. ഈവൻ ലിമിറ്റ് ഓഡ് ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആണ്. ദെൻ നിങ്ങൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ അണ്ടർ റൂട്ട് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എക്സ്പെക്ടേഷൻ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ 1 by root 2 k square എന്ന് കിട്ടും. 1 by root 2 into k. കെയുടെ വാല്യൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. m alpha by h cross square. Then final answer 1 by root 2 m alpha h cross square. h cross square by root 2 m alpha എന്ന് കിട്ടും. നമുക്കിപ്പോ ഇന്റഗ്രൽ ഈവൻ ലിമിറ്റ് ഓഡ് ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് അറിയില്ലെങ്കിൽ, ചെക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലേ ചെയ്ത് നോക്കിയാ 0 എന്ന് കിട്ടും. ഇല്ല അല്ല, അതെങ്ങനെ നമുക്ക് 0 കിട്ടുമെന്ന് പറയോ? 5 സ്റ്റാർ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി k വെളിയിലുണ്ട്. x e raised to minus 2k mod x എന്നല്ല കിട്ടിയതാ dx. Then ഇവിടെ mod x ആ വന്നേക്കുന്നത്. mod x ന്റെ ഡെഫിനിഷൻ എന്താ? mod x equal to x for x greater than or equal to 0 minus x for x less than 0. നമ്മളിവിടെ x ന് 2 വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു 0. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും mod x വരുന്ന എല്ലാ കേസിലും നമ്മൾ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യും. x less than 0ക്ക് x greater than 0യിലും സ്പ്ലിറ്റ് ചെയ്യും. x e raised to minus സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. എക്സ് സ്ക്വയർ ചെയ്തപ്പോൾ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. അല്ല, എക്സ് സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി അല്ലേ വന്നത്? ഈവൻ ലിമിറ്റ് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ലിമിറ്റും ഈവൻ ഫംഗ്ഷനും വന്നാൽ നമുക്ക് അതിനെ 2 into 0 to infinity സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മൈനസ് എൽ ടു എൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഈവൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് സ്ക്വയറിന് മൈനസ് കൊടുത്താലും അത് എക്സ് സ്ക്വയർ തന്നെയായിരിക്കും. ദെൻ ഈ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. 2 into ഇന്റഗ്രൽ 0 to L എക്സ് സ്ക്വയർ ഡി എക്സ്.
ക്ലിയർ ആണോ? അതെ സാർ. സർ ആ ചോദിച്ചോ? കേക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഓ കേക്ക് എന്താ കൊടുത്തു? കേക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? അത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം അല്ല ഇല്ലായിരുന്നോ? ഉണ്ടായി. ഉണ്ടായാ? അപ്പൊ ഞാൻ മറ്റേ ഇത് പറഞ്ഞപ്പോ ഞാൻ കെയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ? ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ എന്താ? വി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ആൽഫ ഡെൽറ്റ ഓഫ് എക്സ്. ഇതിന്റെ വേവ് ഫംഗ്ഷൻ എന്ത് കിട്ടും? സൈ ഈക്വൽ ടു റൂട്ട് കെ ഇ റേസ് ടു മൈനസ് കെ മോഡ് എക്സ്. ഇതിന്റെ എനർജി എന്ത് കിട്ടും? എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. പിന്നെ ഇതിന്റെ ഇത് കിട്ടിയില്ലല്ലേ? ആ ഓക്കെ. എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. പിന്നെ അതില് കെ എന്ന് പറഞ്ഞാല് എം ആൽഫ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ആണ്. ദെൻ പിന്നെന്താ പറഞ്ഞത്? അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ഫസ്റ്റ് ഡെറിവേറ്റീവ്. psi dash of x equal to minus 2m alpha by h cross square psi of 0. ഇത്രയും ഞാൻ ഡിറാക് ഡെൽറ്റയെ കുറിച്ച് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ആരെങ്കിലും ഇല്ലാത്തത് ഉണ്ടായിരുന്നു? ഈ കഴിഞ്ഞ ദിവസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത്. എനർജി എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. സാർ നമുക്ക് ഈവൻ ലിമിറ്റും ഓഡ് ഫംഗ്ഷനും ആണെങ്കിൽ നമ്മുടെ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ a raised to n plus 1 ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഇക്വേഷൻ 0 to infinity ആണ്. ഓക്കെ. 0 to infinity x raised to n e raised to minus ax dx ന്റെ ആ ഇക്വേഷൻ പറഞ്ഞത് n ഫാക്ടോറിയൽ ബൈ a power n plus 1. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പം അതിന്റെ കേർണൽ ഇ റേസ് ടു മൈനസ് എക്സ് ആയിരുന്നു. അപ്പൊ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വരുമ്പോൾ ഇത് ഞാൻ എഴുതി തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. n ഫാക്ടോറിയൽ ബൈ a power n plus 1. ഓക്കെ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈവൻ ലിമിറ്റ് ഓഡ് ഫംഗ്ഷൻ അല്ലേ? ഇത് നമ്മൾ 0 to infinity ലിമിറ്റ് വരുമ്പോൾ എക്സിന് മോഡ് എക്സിന് മൈനസ് എക്സ് കൊടുക്കണം. ഇവിടെ 2kx വരും പ്ലസ് കെ ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity എക്സ് ഇ റേസ് ടു 0 to infinity വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ എക്സിന് പോസിറ്റീവ് വാല്യൂ കൊടുക്കണം. മോഡ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ മൈനസ് 2kx കിട്ടും dx. ഇത് ചെയ്യണം. ഇത് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ യു വി ചെയ്യാം. കെ ഇൻറ്റു യു ഇന്റഗ്രൽ വി മൈനസ് ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വരുമ്പം 1 ആയി വരും. ഇന്റഗ്രൽ വി ഇ റൈസ് ടു 2kx ബൈ 2k പ്ലസ് കെ ഇൻറ്റു ഇത് നമുക്ക് ഇപ്പോൾ എടുത്ത ഇക്വേഷൻ വെച്ച് ചെയ്യാം. 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
1 factorial divided by 2k whole square എന്ന് വരും. n factorial by a power n plus 1. Then ഇവിടെ ഞാൻ ഈ ഇന്റഗ്രേഷൻ എടുത്തിട്ട് -∞ to 0 എന്ന് പറഞ്ഞ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ x അല്ലേ, u അല്ല x. u ഇതാണ്, v ഇതാണ്. u ഇന്റഗ്രൽ v മൈനസ് ഇന്റഗ്രൽ u ഡാഷ് ഇന്റഗ്രൽ v. ഓക്കെ. Then k into x e raised to 2kx by 2k minus e raised to 2kx by 2k square എന്ന് വരും. -∞ to 0 plus k into 1 factorial by 2k whole square. ഞാൻ 0 എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പോകും, സെക്കൻഡ് ടൈം 1 by 2k whole square എന്ന് കിട്ടും. മൈനസ് ഇൻഫിനിറ്റി, e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്, e raised to infinity എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇത് ഓർമ്മ ഉണ്ടാവണം. e raised to minus infinity 0 വരും, സെക്കൻഡ് ടൈം 0 വരും, 0 minus 0 പ്ലസ് k into 1 by 2k whole square equal to minus k by 2k whole square plus k by 2k whole square, that is 0. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചോദിച്ചതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ഇന്റഗ്രൽ ഈവൻ ലിമിറ്റ് ഓഡ് ഫംഗ്ഷൻ എന്ന് വന്നു, അത് ഈക്വൽ ടു നിങ്ങൾക്ക് 0 എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഇനി ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ദെൻ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്, ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ച് പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം, v of x equal to half m omega square x square. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയാം, -h² by 2m del square psi plus v psi equal to e psi. Substituting v and solving Schrodinger equations, അവിടെ വേണേ ബ്രാക്കറ്റ് എഴുതിയെടുത്തോ, യൂസ് ഹെർമൈറ്റ് പോളിനോമിയൽ. നിങ്ങളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഹെർമൈറ്റ് പോളിനോമിയലിന്റെ ഫോമിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനെ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും, psi ഈക്വൽ ടു സൊല്യൂഷൻ. ഈ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇവിടെ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കിട്ടും. അതിന് സൊല്യൂഷൻ ഉണ്ട്, ദാറ്റ് സൊല്യൂഷൻ ഈക്വൽ ടു pi by 2 power n factorial sorry 35 alpha by 2 power n factorial root pi whole root alpha by 2 power n factorial root pi h n of alpha x e raised to minus half alpha square x square കാണാണ്ട് പഠിക്കണം.
psi equal to under root alpha by 2 power n factorial root by hn of alpha x e raised to minus alpha square x square. കാണാണ്ട് പഠിക്കണേ. psi equal to alpha by 2 power n factorial root by അല്ലെങ്കിൽ whole power 1 by 2 ഇട്ടാൽ മതി. root of alpha by 2 power n factorial root by hn of alpha x e raised to minus half alpha square x square. ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. Then hn of alpha x is the Hermite polynomial. Hermite polynomial കാണാതെ പഠിക്കണം. കുറച്ച് വാല്യൂസ്, ആദ്യത്തെ കുറച്ച് വാല്യൂസ് h naught of alpha x equal to 1, h1 of alpha x equal to alpha x, h2 of alpha x equal to 1 by 2 3 alpha square x square minus 1, h3 of alpha x equal to 1 by 2 into 5 alpha cube x cube minus 3 alpha x. എഴുതല്ലേ തെറ്റിപ്പോയി. ഞാൻ അപ്പൊ പറഞ്ഞത് ലാപ്ലേസ് പോളിനോമിയല, ഹെർമൈറ്റ് പോളിനോമിയൽ ഇതല്ല. h naught of alpha x equal to 1, h1 of alpha x equal to 2 alpha x, h2 of alpha x equal to 4 alpha x whole square minus 2, h3 of alpha x equal to 12 alpha x whole 12 അല്ല 8 alpha x whole cube minus 12 alpha x. ഇതാണ് ഞാൻ ആദ്യം എഴുതുന്ന ലാപ്ലേസ് പോളിനോമിയൽ ആണ്. 1 by 2 3 alpha square x square minus അതൊക്കെ ലാപ്ലേസ് പോളിനോമിയൽ ആണ്. ഹെർമൈറ്റ് പോളിനോമിയൽ ഇതാണ്. h naught of alpha x equal to 1, h1 of alpha x equal to 2 alpha x, h2 of alpha x equal to 4 alpha square x square minus 2, h3 of alpha x equal to 8 alpha cube x cube minus 12 alpha x. ഇതും കാണാണ്ട് പഠിക്കണം. Then okay, ഇനി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പറയുമ്പോൾ നമുക്ക് മറ്റൊരു മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പറേറ്റർ ഓൾജിബ്ര. ഓപ്പറേറ്റർ ഓൾജിബ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും. അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും കേട്ടിട്ടുണ്ടാവും. എ ഡയഗ്രം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യും. അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും. അത് വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം സ്റ്റഡി ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് നമുക്ക് സൊല്യൂഷൻ കിട്ടും. നമുക്ക് ഇവിടെ പറയാനുള്ളത് ആ ഓപ്പറേറ്റർ നമുക്കൊന്ന് പരിചയപ്പെടണം. ഓപ്പറേറ്റർ ഓൾജിബ്ര.
ഇൻട്രൊഡ്യൂസിങ് ഓപ്പറേറ്റർ ഓൾജിബ്ര വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യും, എന്നിട്ട് നമുക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന എങ്ങനെ എഫക്ട് ചെയ്യും, ആ എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് ടു ഓപ്പറേറ്റർ. In terms of x and px. നമ്മൾ വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അവിടെയുള്ള പൊസിഷൻ എക്സും മൊമെന്റം പി എക്സും അതിന്റെ ടേംസിലാണ് നമ്മൾ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുക. ദെൻ ഫസ്റ്റ് c1 x cap പ്ലസ് മൈനസ് c2 i px cap c1 x cap പ്ലസ് c2 i px cap. നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ c1 c2 എങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ കണ്ടെത്താറ്, ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് നമുക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടും. 1/√2h cross omega m omega x cap minus i p x cap. ഇവിടെ 1/√2h cross m omega x cap plus i p x cap. Then ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഒന്ന് കൂടും. സോ നമ്മൾ അതിനെ ക്രിയേഷൻ ഓപ്പറേറ്റർ എ ഡാഗർ എന്ന് വിളിക്കും. ഈ ഓപ്പറേറ്ററിന്റെ ആക്ഷൻ നമ്മുടെ വേവ് ഫംഗ്ഷനിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഈ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷന്റെ സ്റ്റേറ്റിനെ ഒന്ന് കുറയ്ക്കും. സോ നമ്മൾ അതിനെ അനൈലേഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. എ നിങ്ങളിവിടെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ ക്രിയേഷൻ അനൈലേഷൻ എന്നും പറയാതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഓപ്പറേറ്റർ ഓൾജിബ്ര ചെയ്യുന്നത് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ്. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് അതിന്റെ ആക്ഷൻ നമ്മുടെ വേവ് ഫംഗ്ഷൻ സ്റ്റഡി നടത്തും. ദെൻ കറസ്പോണ്ടിങ് ക്രിയേഷൻ ആൻഡ് അനൈലേഷൻ ഓപ്പറേറ്റർ. Annihilation operator. Then ഈ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഈ ക്രിയേഷൻ ആൻഡ് അനൈലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനാണ്. അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കണം. ക്രിയേഷൻ ഓപ്പറേറ്റർ A dagger equal to 1/√2h cross m omega x cap minus ip x cap. Annihilation operator. Annihilation operator A equal to 1/√2h cross m omega x cap minus ip x cap. ഇതൊക്കെ കാണാണ്ട് പഠിക്കണേ. Then A dagger A ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1/2h cross m omega first m square omega square x cap square
പ്ലസ് px സ്ക്വയർ മൈനസ് im ഒമേഗ എക്സ് പി എക്സ്. ഈ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ടേമിനെ ഈ സെക്കൻഡ് ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ്. എക്സ് പി എക്സ് minus im omega pxx. Then a dagger a equal to 1 by 2 h cross m omega m square omega square x square plus px square. ഞാൻ ഇതിനകത്തുനിന്ന് തെറ്റിപ്പോയെന്ന്. ഇവിടെ പ്ലസ് അല്ലേ? ഓ, അനൈലേഷൻ ഓപ്പറേറ്ററിന്റെ ഇവിടെ പ്ലസ് ആണേ. ഓക്കെ, പി എക്സ് സ്ക്വയർ കറക്റ്റാ. മൈനസ് ഐ ഇൻറ്റു പ്ലസ് ഐ ആണ് 1. ഇവിടെ പ്ലസ് വരും. ഓക്കെ, പ്ലസ് ഞാൻ എം ഒമേഗനെ ഇവിടുന്ന് കോമൺ എടുക്കുകയാണ്. എക്സ് പി എക്സ് minus pxx. xpx minus pxx എന്താ? കമ്മ്യൂട്ടേറ്റർ xpx. 1 by under root 2h cross m omega m square omega square x square plus px square plus im omega കമ്മ്യൂട്ടേറ്റർ xpx. കമ്മ്യൂട്ടേറ്റർ xpx എന്താ? ih ക്രോസ്. ദെൻ ആ കിട്ടിയതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ qm നെ അകത്തേക്ക് കൊണ്ടുപോവാ. h ക്രോസ് ഒമേഗ അവിടെ തന്നെ കിടക്കുവാണ്. qm നെ അകത്തേക്ക് കൊണ്ടുപോവാ. 1 by h ക്രോസ് ഒമേഗ മാത്രം വെളിയിൽ, 2m നെ അകത്തേക്ക് കൊണ്ടുപോയാൽ m സ്ക്വയർ ഒമേഗ സ്ക്വയർ x സ്ക്വയർ ബൈ 2m plus px square by 2m plus im omega into ih cross divided by 2m. em വെട്ടിപ്പോയി, ഒരെമ്മും em വെട്ടിപ്പോയി. ഓക്കെ, ദെൻ ഈ ടേം എന്താ? ഹാഫ് m omega square x square plus px square by 2m. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജി ആണ്. ഫോർ എ കൺസർവ്ഡ് സിസ്റ്റം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ. ഫോർ എ കൺസർവ്ഡ് സിസ്റ്റം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ. ഞാൻ ക്ലാസിക്കലി ഇത് ഞാൻ പറഞ്ഞായിരുന്നു. ദെൻ 1 by h ക്രോസ് ഒമേഗ. ഫസ്റ്റ് രണ്ട് ടേമും കൂടെ നിങ്ങൾക്ക് h എന്ന് എഴുതാം. ബാക്കി ഈ ടേമിൽ i ഇൻറ്റു i -1 വരും. ഒമേഗ h ക്രോസ് ഒമേഗ ബൈ 2 എന്ന് വരും. ഞാൻ ഈ 1 by h ക്രോസ് ഒമേഗനെ അകത്തേക്ക് ഇട്ടാണ്. എ ഡാഗർ എ ആണ് ഇപ്പൊ ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു h, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് h ക്യാപ് ബൈ h ക്രോസ് ഒമേഗ -1 by 2. എ ഡാഗർ എ ഈക്വൽ ടു h ക്യാപ് ബൈ h ക്രോസ് ഒമേഗ -1 by 2. ഇത് ബ്രാക്കറ്റിൽ ഇട്ടോ. കാണാണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാണാണ്ട് പഠിച്ചില്ലെങ്കിലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എ ഡാഗറും എയും എന്തായാലും നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ദെൻ അടുത്ത നിങ്ങൾ ചെയ്തോ. ഫൈൻഡ് എ ഡാഗർ. എ ഡാഗർ ചെയ്തിട്ട് പറ. നിങ്ങൾ തന്നെ എ ഡാഗർ ചെയ്തിട്ട് പറ. ഇങ്ങനെ ഹാമിൽട്ടോണിയന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ചെയ്തതിൽ ആർക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എ ഡാഗർ എ ചെയ്തതിൽ എ ഡാഗർ അറിയാം, എ അറിയാം. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തു. സോറി, ക്രോസ് പ്രൊഡക്റ്റ് അല്ല, ഞാൻ ബ്രാക്കറ്റ് മാറ്റി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്മളിവിടെ എക്സും പി എക്സും ഓപ്പറേറ്റർ ആണ്. അപ്പൊ അതിന്റെ പൊസിഷൻ എഴുതുമ്പോൾ ആ ഓർഡറിൽ എഴുതണം. ഇത്രേ ഉള്ളൂ.
നിങ്ങൾ ചെയ്ത് കിട്ടുമ്പോ പറയണേ. എ ഡാഗർ in terms of Hamiltonian H. നമ്മുടെ വേവ് ഫംഗ്ഷൻ ഓർത്തോനോർമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം സൈ ഇനിഷ്യൽ, ഇന്നർ പ്രൊഡക്റ്റ് സൈ ഇനിഷ്യൽ സൈ ഫൈനൽ എന്തായിരിക്കും? ഇഫ് ഐ ഈക്വൽ ടു എഫ് ആണെങ്കിൽ മാത്രം, ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ മാത്രം സൈ ഇനിഷ്യൽ ഇൻറ്റു സൈ ഫൈനൽ ഈക്വൽ ടു 1 കിട്ടും. ഡിഫറെന്റ് ആണെങ്കിൽ ഐ നോട്ട് ഈക്വൽ ടു എഫ് ആണെങ്കിൽ ഈക്വൽ ടു 0 കിട്ടും. ഒന്ന് ഓർത്തിരിക്കണേ, ആവശ്യമുണ്ട്. അതായത് ഡിഫറെന്റ് സ്റ്റേറ്റ് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ 0 കിട്ടും, സെയിം സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കിട്ടും. എ ഡാഗർ ചെയ്തിട്ട് കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറ. ഇതുവരെ ആർക്കും കിട്ടിയില്ല. ആ എന്താ കിട്ടിയേ? എച്ച് ക്യാപ് ബൈ എച്ച് ക്രോസ് ഒമേഗ പ്ലസ് ഹാഫ്. ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. എല്ലാവർക്കും കിട്ടിയോ? ഇനിയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റിസൾട്ട് ഒന്ന് എഴുതി വെക്കുക. എച്ച് ക്യാപ് ബൈ എച്ച് ക്രോസ് ഒമേഗ പ്ലസ് ഹാഫ്.
Then സാർ ഇത്രയും നേരം സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അയ്യോ ഒന്നും കേട്ടില്ലേ? ഇല്ല. അല്ല ഞാൻ അപ്പൊ ഞാൻ റീജോയിൻ ചെയ്തപ്പോ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല, ഈ ഓപ്പറേറ്റർ ആൽജിബ്ര തുടങ്ങിയതിന് ശേഷം ഇത്രയും നേരം ഒന്നും ഞങ്ങൾ കേട്ടില്ല. ഞാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആർക്കും കേൾക്കാൻ പറ്റുണ്ടായില്ല? ഹലോ, കേൾക്കാൻ വരുന്നത് കേൾക്കാൻ വരുന്നു. ഇപ്പൊ നെക്സ്റ്റ് പേജ് ഒന്ന് കണ്ടിട്ട് അഭിഷേകാണ് കേൾക്കാൻ പറ്റാതിരുന്നത്. ആ സാർ, ഞാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അജേഷിനോട് ചോദിച്ചപ്പോ അജേഷും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി റീജോയിൻ ചെയ്തപ്പോ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അല്ല ബാക്കി കേൾക്കാൻ പറ്റിയിരുന്നു പറഞ്ഞേ, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, എന്നാ എന്റെ പ്രശ്നമായിരിക്കും സാർ. അജേഷിനോട് അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു എന്നോളൂ. ഓക്കെ, അത് നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഓർത്തോനോർമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓർത്തോനോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോ നമ്മള് കെറ്റും പ്രായും ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ എന്തിലോട്ടെ, ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ സൈ ഇനിഷ്യൽ സൈ ഫൈനൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഉത്തരം 1 വരുന്നത് എപ്പോഴാ? ഐ ഈക്വൽ ടു എഫ് ആകുമ്പോൾ. ഐയും എഫും ഡിഫറന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് 0 എന്ന് വരും. അതാ ഞാൻ പറഞ്ഞു, ഓർത്തോനോർമൽ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു ഉള്ളപ്പോ നമുക്ക് ഇതിൽ കുറെ ആവശ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ. ഓക്കെ, ഇത് വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എ ഡാഗർ ഈക്വൽ ടു എച്ച് ക്യാപ് ബൈ എച്ച് ക്രോസ് ഒമേഗ പ്ലസ് ഹാഫ് എന്ന് കിട്ടി. എ ഡാഗർ എ ഈക്വൽ ടു എച്ച് ക്യാപ് ബൈ എച്ച് ക്രോസ് ഒമേഗ മൈനസ് ഹാഫ് എന്ന് കിട്ടി. ദെൻ കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ വിച്ച് ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ ഈക്വൽ ടു എ ഡാഗർ മൈനസ് എ ഡാഗർ എ. കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ ഈക്വൽ ടു എ ഡാഗർ. അപ്പൊ നിങ്ങൾക്ക് 1 കിട്ടും. കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ എ ഈക്വൽ ടു -1. ഇത് രണ്ടൊന്നും എഴുതി വെച്ചോ. ഇനി കമ്മ്യൂട്ടേറ്റർ എ എച്ച്, കമ്മ്യൂട്ടേറ്റർ എ എച്ച് ക്യാപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു, നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ടേമിൽ നിന്ന് നിങ്ങൾക്ക് എച്ച് ക്യാപ്പ് എച്ചിനൊരു ഇക്വേഷൻ എഴുതാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഉപയോഗിച്ച് നോക്കാം. എ ഡാഗർ എ പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗ എന്ന് കിട്ടും, എച്ചിനുള്ള സബ്സ്റ്റിറ്റ്യൂഷനെ. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗനെ നമുക്ക് വെളിയിലെടുക്കാം. കമ്മ്യൂട്ടേറ്റർ എ കോമ എ ഡാഗർ എ പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ ഹാഫ്. കമ്മ്യൂട്ടേറ്റർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂട്ടേറ്റർ എടുത്താൽ 0 ആയിരിക്കും. ഇതിനെ ചെയ്യണം. എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ കോമ എ ഡാഗർ എ which is equal to h cross omega a dagger a plus a dagger into, അതായത് ഞാൻ ഓരോന്നിനെ കോമൺ എടുക്കുന്നു അത്രേ ഉള്ളൂ. എ ഡാഗർ ഇൻറ്റു എ. കമ്മ്യൂട്ടേറ്റർ എ സെയിം വന്നാൽ 0 ആയിരിക്കും. ദെൻ ഇത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു എ ഡാഗർ എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു എ. That is കമ്മ്യൂട്ടേറ്റർ എ എച്ച് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഒമേഗ എ എന്ന് കിട്ടും. സിമിലർലി കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ എച്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസ് സ്ഥലം ഇട്ടിട്ട് അവിടെ ചെയ്ത് നോക്കൂ കേട്ടോ.
മൈനസ് എച്ച് ക്രോസ് ഒമേഗ എ ഡയഗർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എ ഡാഗറും ഡി ബൈ ഡി ടി ഓഫ് എയും കണ്ടെത്തണം. ഇതെങ്ങനെ ചെയ്യാം? ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്താൽ മതി. നമുക്ക് ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്ടേഷൻ സം വാല്യൂ, ഓക്കെ, എക്സ്പെക്ടേഷൻ സം കെ, ഓക്കെ, ഇവിടെ അപ്പൊ ഈക്വൽ ടു 1/IH ക്രോസ് എക്സ്പെക്ടേഷൻ കമ്മ്യൂട്ടേഷൻ കെ കോമ എച്ച് പ്ലസ് ഡോ കെ ബൈ ഡോ ടി. ഇവിടെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ലാതെ എഴുതാം. അത് പറയാനാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് എഴുതിയേക്കുന്നത്. അത് തെറ്റൊന്നുമല്ല. ഈ എക്സ്പെക്ടേഷൻ കെ എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെന്റ് ആണ്. നിങ്ങൾക്ക് കുറെ സിസ്റ്റം ഉണ്ട്, അപ്പൊ അതിൽ കെയുടെ മെഷർമെന്റ്. നിങ്ങൾക്ക് ഒരു സിസ്റ്റേ ഉള്ളൂ, അപ്പൊ അതിൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റം, അതിൽ കെയുടെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ കെ തന്നെ ആയിരിക്കില്ലേ? അതായത് ഇവിടെ എക്സ്പെക്ടേഷൻ ഇടുന്നതിൽ വലിയ അർത്ഥമില്ല. അത് മെഷർമെന്റ് ആണ്. കുറെ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ മെഷർമെന്റ്. ഒരൊറ്റ സിസ്റ്റം ആണെങ്കിൽ അത് കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ അവിടെ എക്സ്പെക്ടേഷൻ ഇല്ലാതെയും എഴുതാം. ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനെ 1/IH ക്രോസ് കെ എച്ച് പ്ലസ് ഡോ കെ ബൈ ഡോ ടി. ഓക്കെ, അത് പറയാൻ വേണ്ടിയാട്ടോ ഞാൻ ഇത് പറഞ്ഞത്. എക്സ്പെക്ടേഷൻ ഇല്ലാതെയും എഴുതാം. ദെൻ ഇത് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറ. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം, എന്നിട്ട് അതിന്റെ ഉത്തരം പറയണം. ഷഹീർ ഒന്ന് വരുമോ? ഷഹീർ. ആ അതെ, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ടായിരുന്നോ? കുഴപ്പമില്ലല്ലോ, വീഡിയോയും പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഓക്കെ 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 ഓക്കെ, ആ മൈക്ക് ഓഫ് ആയിക്കോ. നിങ്ങളിത് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറയട്ടോ. ആദ്യം ചെയ്യുന്ന ആൾ ഒന്ന് ഉത്തരം പറയണേ. ഡി ബൈ ഡി ടി ഓഫ് എ ഡയഗറും ഡി ബൈ ഡി ടി ഓഫ് എയും ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ മറക്കരുത് കേട്ടോ, നല്ല അത് മറക്കരുത്. അതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിപ്പിച്ചപ്പോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറ. ഡി ബൈ ഡി ടി ഓഫ് എ എന്നുള്ളത് മൈനസ് ഐ ഒമേഗ എ എന്ന് കിട്ടും. ഡി ബൈ ഡി ടി ഓഫ് എ ഡയഗർ എന്നുള്ളത് ഐ ഒമേഗ എ ഡയഗർ എന്ന് കിട്ടും. ഇത് കിട്ടണ്ടോ നോക്ക്.
കിട്ടിയോ? കിട്ടിയോ? അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ പോരെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അല്ലാതെ മേലെ കണ്ട റിസൾട്ട് നേരെ പോയി പോരെ? അതായത് അതെ അതെ അത് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. സർ ഡോ എ ഡാഗർ ബൈ ഡോ ടി 0 ആണ്. അല്ല, ഇതിന്റെ ഡോ ബൈ ഡോ ടി ഓഫ് എ ഡാഗർ 0 അല്ലേ? ടി ടൈം ഇല്ലല്ലേ? പി ടൈം ഇല്ല. ഡോ 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 അതെ അതെ അതെ, ഡോ ബൈ ഡോ ടി ഓഫ് എ ഡാഗർ അത് 0യാ. ഡോ ബൈ ഡോ ടി ഓഫ് എയും 0യാണ്. അതിൽ ഡയറക്റ്റ് ടി ടൈം ഇല്ല. ഓക്കെ ഓക്കെ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിന്യൂസ് 0 ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അത് രണ്ടൊന്ന് ബ്രാക്കറ്റിലാക്കി വെച്ചോ. ഇനി അടുത്തത് അത് ബ്രാക്കറ്റ് വെച്ചോ. ഇനി അടുത്ത പോയിന്റ്, ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എ ആൻഡ് എ ഡാഗർ ആർ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്. ഹെർമീഷ്യൻ ഇതിന്റെ ആൻസർ ഇത് ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഡാഗർ. ഡി ബൈ ഡി ടി ഓഫ് എ ഡാഗർ ഐ ഒമേഗ എ ഡാഗർ കിട്ടും. ഡി ബൈ ഡി ടി ഓഫ് എ മൈനസ് ഐ ഒമേഗ എ കിട്ടും. ഇത് ഇവിടെ എക്സ്പെക്ടേഷൻ വാല്യൂ ഇല്ലേ എ ഡാഗർ? അത് ഞാൻ ഇവിടെ അതായത് നമുക്കേ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെന്റ് എടുക്കുക എപ്പോഴാണ്? നമുക്ക് കുറെ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ psi1 psi2 psi3 ഇങ്ങനെ കുറെ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ക്യാപിറ്റൽ എയുടെ മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത് മൂന്നും കൂടെ വരും. ദെൻ നമുക്ക് അവിടെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എ എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അവിടുത്തെ എക്സ്പെക്ടേഷൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കില്ലേ? അതായത് അവിടെ ഒരു മെഷർമെന്റ് ചെയ്ത ഒരൊറ്റ വാല്യൂ അല്ലേ കിട്ടാനുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ എക്സ്പെക്ടേഷൻ ഇടാതെയും നമുക്ക് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/i(h ക്രോസ് കമ്മ്യൂട്ടേറ്റർ എ കോമ എച്ച് പ്ലസ് ഡോ എ ബൈ ഡോ ടി. അതായത് എക്സ്പെക്ടേഷൻ ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ്പെക്ടേഷൻ വരുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ മെഷർമെന്റ് ആണ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു തരിക. ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ എക്സ്പെക്ടേഷൻ ഇടേണ്ട ആവശ്യമില്ല. അയ്യോ പകുതി പറഞ്ഞിട്ട് പോയല്ലേ. ഇനി ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. എ ആൻഡ് എ ഡാഗർ ആർ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്സ്. ഈ പോയിന്റ് ഒന്ന് എഴുതി വെക്കണേ. എ ആൻഡ് എ ഡാഗർ ആർ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്സ്. ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്സ് എന്ന് പറഞ്ഞാല് എനെ ഹോൾ ഡാഗർ എടുക്കുമ്പോൾ എ ഡാഗർ കിട്ടും. എ ഡാഗറിനെ ഹോൾ ഡാഗർ എടുക്കുമ്പോൾ എന്ന് കിട്ടും. അതിനാണ് ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്സ് എന്ന് പറയുന്നത്. എ ആൻഡ് എ ഡാഗർ ആർ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്സ്. Then ഇനി അടുത്ത പോയിന്റ്, എ ഡാഗർ. ഇത് ക്രിയേഷൻ ഓപ്പറേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എ ഡാഗർ ആക്ടിങ് ഓൺ എ സ്റ്റേറ്റ്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതണേ. നിങ്ങൾ വല്ല നമ്പറോ അങ്ങനെ എന്തെങ്കിലും സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അടുത്ത പോയിന്റ്, എ ഡാഗർ ആക്ടിങ് ഓൺ സം സ്റ്റേറ്റ് എൻ. എന്ത് കിട്ടും? √n+1 get n+1. A dagger acting on some state equal to √n+1 get n+1. A acting on some state, annihilation operator ആണ്. A acting on some state n. Then അതിന്റെ ഉത്തരം √n get n-1. √n get n-1. ഇത് കെറ്റ് വെക്ടർ അല്ലേ? കെറ്റ് വെക്ടർ ഞാൻ കെറ്റ് വെക്ടറും ബ്രാ വെക്ടറും പറഞ്ഞില്ലായിരുന്നോ? കെറ്റ് വെക്ടറും
ബ്രാ വെക്ടർ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ നോർമലി ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക ഗെറ്റ് വെക്ടർ വെച്ചാണ്. അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് സൈ സ്റ്റാർ ആണ് ബ്രാ വെക്ടർ. നിങ്ങളൊരു ഓപ്പറേറ്റർ ഗെറ്റ് വെക്ടറിൽ ആക്ട് ചെയ്ത സാധാ ഓപ്പറേഷൻ, നിങ്ങളൊരു ഓപ്പറേറ്റർ ബ്രാ വെക്ടറിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതും ഞാൻ പറഞ്ഞായിരുന്നു എന്ത് പറ്റും, ഇതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വെച്ച് ആക്ട് ചെയ്യിപ്പിക്കണം. ബ്രാ വെക്ടറിലേക്കാണ് ആക്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് വെച്ച് ആക്ട് ചെയ്യിപ്പിക്കണം. നിങ്ങൾക്ക് അപ്പൊ അതിന്റെ ഉത്തരം സം സ്റ്റേറ്റ് കിട്ടും. അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കിട്ടും, ഒരു കോഎഫിഷ്യന്റ് കിട്ടുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇത് എഴുതണ്ട. some operator A acting on get vector psi which gives lambda into phi. Okay, then ഇതേ ഓപ്പറേറ്റർ തന്നെ നമ്മൾ ബ്രാ വെക്ടറിലേക്ക് ആക്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇൻറ്റു ബ്രാ ഫൈ ആയിരിക്കും. നമ്മളിവിടെ ആക്ട് ചെയ്യിപ്പിക്കുക കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. അത് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റും നേരത്തെ കിട്ടിയ കോഎഫിഷ്യന്റിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കും ബ്രാ ഫൈ. ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോബ്ലത്തിൽ ഇത് ചെയ്തായിരുന്നു. എന്തായാലും ഒന്ന് എഴുതി വെച്ചോ. ഇത് എഴുതി വെക്കണം. നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗെറ്റ് വെക്ടർ. അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് ബ്രാ വെക്ടർ. ദെൻ അതിലേക്കുള്ള ഓപ്പറേറ്ററിന്റെ ആക്ഷൻ. ഓക്കെ, ദെൻ ഇനി അടുത്തത് a dagger acting on some state n which is equal to, ആദ്യം എ ഡാഗർ ഈ സ്റ്റേറ്റിലേക്ക് ആക്ട് ചെയ്താൽ റൂട്ട് n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 കിട്ടും. ദെൻ എ ആക്ടിങ് ഓൺ ദിസ് ഈ സ്റ്റേറ്റിലേക്ക് ആക്ട് ചെയ്താൽ എന്ത് കിട്ടും, റൂട്ട് n പ്ലസ് 1 ഇൻറ്റു റൂട്ട് n പ്ലസ് 1 ഇൻറ്റു ഗെറ്റ് n ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് n പ്ലസ് 1 ഗെറ്റ് n. ദെൻ ഇനി എ ഡാഗർ ഇപ്പൊ എ ഡാഗർ ആണ് ആക്ട് ചെയ്തത്. ഇനി എ ഡാഗർ എ ആക്ടിങ് ഓൺ സം സ്റ്റേറ്റ് എ എന്ത് കിട്ടും, എ ആക്ട് ചെയ്താൽ എ ഡാഗർ എൻ റൂട്ട് ഗെറ്റ് എന്ന് കിട്ടും. റൂട്ട് എൻ ഗെറ്റ് എൻ. ദെൻ എ ഡാഗർ ആദ്യം ആക്ട് ചെയ്താൽ റൂട്ട് എൻ ഇൻറ്റു ഗെറ്റ് എൻ മൈനസ് 1 കിട്ടും. എ ഡാഗർ ആക്ടിങ് ഓൺ ഗെറ്റ് എൻ മൈനസ് 1 എന്ത് കിട്ടും, റൂട്ട് എൻ ഇൻറ്റു റൂട്ട് എൻ മൈനസ് 1 പ്ലസ് 1 ഗെറ്റ് എൻ മൈനസ് 1 പ്ലസ് 1 ഗെറ്റ് എന്ന് കിട്ടും. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഗെറ്റ് എൻ. That is a dagger a acting on some state n gives n get n. ഒരു ഓപ്പറേറ്റർ acting on some wave function psi which gives the same wave function and some constant. ഇതിനെ ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്നാണ് പറയുക. ഐഗൺ വാല്യൂ ഇക്വേഷൻ. അതായത് സം ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നു. ആ വേവ് ഫംഗ്ഷന് വ്യത്യാസം ഒന്നും പാടില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. Then with some constant lambda. ഇതാണ് ഐഗൺ വാല്യൂ ഇക്വേഷൻ. കറസ്പോണ്ടിങ് ലാംഡ ആണ് ഐഗൺ വാല്യൂസ്. ഇനി നിങ്ങൾക്ക് എ ആക്ടിങ് ഓൺ സം സ്റ്റേറ്റ് psi ഒരു കോൺസ്റ്റന്റ് കിട്ടി,
ബട്ട് വേവ് ഫംഗ്ഷനും കൂടെ വേരി ചെയ്താൽ ഇതിന് ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയില്ല. നോട്ട് ആൻഡ് ഇത് നിങ്ങളെ സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ, ഇതിന്റെ ബാക്കിയല്ല. നോട്ട് ആൻഡ് ഐഗൺ വാല്യൂ ഇക്വേഷൻ, നോട്ട് ആൻഡ് ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഓക്കെ, ഇതിപ്പോ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാലേ ഐഗൺ വാല്യൂ ഇക്വേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ എ ഡാഗർ എ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ കെറ്റ് എന്നിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ കിട്ടി. ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഈ എ ഡാഗർ എനെ നമ്മൾ എ ഡാഗർ എനെ ക്യാപിറ്റൽ എൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, വേർ ക്യാപിറ്റൽ എൻ ഈസ് ദ നമ്പർ ഓപ്പറേറ്റർ. ഇത്ര എഴുതി വെക്കേ. ഈ സംഭവം എന്തിനാ പറയുന്നത് വെച്ചാൽ അതൊരു ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണെന്ന് പറയാനാ. ഇവിടെ ആവശ്യമൊന്നുമില്ല. ഒരു ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷനെ ആക്ട് ചെയ്യിപ്പിച്ചാൽ ആ വേവ് ഫംഗ്ഷന് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ അതിന് ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയും. നമ്മുടെ ഈ ഓപ്പറേറ്റർ എ ഡാഗർ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എന്നിൽ ആക്ട് ചെയ്യിപ്പിച്ചപ്പോൾ കെറ്റ് എൻ അവിടെ അതേപോലെ തന്നെ നിന്നു. പ്രീവിയസ് കേസിലും കെറ്റ് എൻ അതേപോലെയാണ് നിന്നത്. ബട്ട് ഇവിടെ നമുക്ക് എൻ തന്നെ കിട്ടി, എൻ കെറ്റ് എൻ. നമ്മൾ അതിനെ എ ഡാഗർ എനെ അതുകൊണ്ട് നമ്പർ ഓപ്പറേറ്ററിന് സെപ്പറേറ്റ് വിളിക്കുന്നുണ്ട്, നമ്പർ ഓപ്പറേറ്റർ. Then number operator acts on some wave functions n which gives n get n. ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചോ. Where number operator is a dagger a. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓടിച്ച് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അതിന്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞു, അണ്ടർ റൂട്ട് ആൽഫ ബൈ 2 പവർ n n ഫാക്ടോറിയൽ റൂട്ട് പൈ എച്ച് എൻ ഓഫ് ആൽഫ എക്സ് ഇ റൈസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. എച്ച് എൻ ഓഫ് ആൽഫ എക്സ് എന്ന് പറയുന്നത് ഹെർമൈറ്റ് പോളിനോമിയൽ ആണ്. അതിന്റെ കുറച്ച് വാല്യൂസ് കാണാണ്ട് പഠിക്കണം. h naught of alpha x equal to 1, h1 of alpha x equal to 2 alpha x, h3 of alpha x equal to 4 alpha cube x cube minus 2, h3 of alpha x equal to 8 alpha cube x cube minus 12 alpha x. Then നമ്മൾ ഇതില് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു മെത്തേഡ് ഉണ്ട്, അത് ഓപ്പറേറ്റർ ഓൾജിബ്രയാണ്. ഓപ്പറേറ്റർ ഓൾജിബ്രയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു വേവ് ഫംഗ്ഷനെ സ്റ്റഡി നടത്തും. അപ്പം ഇവിടെ ആരോ ഡിഫൈൻ ചെയ്ത് വേവ് ഫംഗ്ഷനെ സ്റ്റഡി നടത്തി. ഏത് വേവ് ഫംഗ്ഷനെയാ? ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷനെ സ്റ്റഡി നടത്തി. അതിൽ നിന്ന് നമുക്കൊരു ക്രിയേഷനും അനൈലേഷനും ഓപ്പറേറ്റർ, അതിനാണ് സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓപ്പറേറ്റർ ഓൾജിബ്ര ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, അത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാം ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് പി എക്സ് ഈ വൺ ഡയമെൻഷൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് സോൾവ് ചെയ്ത് നമുക്ക് ആ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഈ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതാണ് എ ഡാഗറും എയും. ഇത് കാണാണ്ട് പഠിക്കണം. എ ഡാഗർ ഈക്വൽ ടു 1 by under root 2h cross m omega x cap minus ip x cap. A equal to 1 by under root 2h cross m omega x cap plus p x cap. ഈ പ്ലസും മൈനസും തിരിഞ്ഞു പോയാൽ ഉത്തരം പോവേ. ദെൻ അതിനെ കുറിച്ച് പറഞ്ഞു. എ ഡാഗർ എ എന്താന്ന് പറഞ്ഞു. എ ഡാഗർ ഈക്വൽ ടു h cap by h cross omega minus half. A dagger equal to h cap by h cross omega plus half. പിന്നെ അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ d by dt of a dagger equal to I omega a dagger, d by dt of a equal to minus I omega a. Then പിന്നെ നമ്പർ ഓപ്പറേറ്ററും ഡിഫൈൻ ചെയ്തു. n equal to a dagger a. n acting on some state gives n get n. a dagger acting on some state gives, a dagger എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓപ്പറേറ്റർ ആണ്.
n plus 1 into get n plus 1. A acting on some state gives root n into n minus 1. Annihilation operator. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? എക്സ്പെക്ടേഷൻ മെഷർമെന്റ് എടുക്കും. എ ഡാഗറിന്റെ ഡാഗറിന്റെ പിന്നെ നമ്മൾ അതുപോലത്തെ കുറെ സംഭവം എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ, എ പ്ലസ് എ ഡാഗർ, അങ്ങനെ കുറെ സംഭവത്തിന്റെ മെഷർമെന്റ് എടുക്കും. ഇത് നമ്മൾ ആദ്യം സിംഗിൾ ബേസിന് വേണ്ടി ചെയ്യും. സിംഗിൾ ബേസ് എഴുതല്ലേ സിംഗിൾ ബേസിന് വേണ്ടി ചെയ്യും. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ സിംഗിൾ ബേസ് കഴിഞ്ഞാലും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം സിംഗിൾ ബേസിന് മെഷർമെന്റ് നടത്തും, പിന്നെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസിന് മെഷർമെന്റ് നടത്തും. ഓക്കെ, ഹെഡിങ് എക്സ്പെക്ടേഷൻ വാല്യൂസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ എക്സ്പെക്ടേഷൻ ഇതിപ്പോ ഇവിടെ എഴുതരുത്. ഈ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് അല്ലേ. നമുക്ക് കുറച്ച് ഒരു 1 2 3 സ്റ്റേറ്റ് ഉണ്ട്. ψ1 ψ2 ψ3, p1 p2 p3. കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ψ1ന്റെ പ്രോബിലിറ്റി p1, ψ2ന്റെ പ്രോബിലിറ്റി p2, ψ3യുടെ പ്രോബിലിറ്റി p3. എഴുതരുത് കേട്ടോ, e1 e2 e3. നമുക്കേ ഈ മെഷർമെന്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. e1 into p1 പ്ലസ് e2 into p2 പ്ലസ് e3 into p3. അതായത് എനർജി എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെന്റ് ഓഫ് എനർജി ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി p1, കറസ്പോണ്ടിങ് മെഷർമെന്റ് e1. നമുക്ക് ഇങ്ങനെ എഴുതാം, e1 p1 പ്ലസ് e2 p2 പ്ലസ് e3 p3. പറഞ്ഞേ ഉള്ളൂ, ഇത് എഴുതിയെടുക്കണ്ട, ഇത് ആവശ്യമുള്ളപ്പോൾ എഴുതാം. എക്സ്പെക്ടേഷൻ വാല്യൂവിന് അങ്ങനെ എടുക്കാമെന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്താൻ പോവാണ്. ആദ്യം എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്തുന്നത് എ ഡാഗറിന്റെ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ psi, എ ഡാഗർ psi. Let psi equal to some state n, get n. Then expectation value എന്ന് പറഞ്ഞാൽ get n, a dagger get n. ഈ a dagger bra n, a dagger get n. ഈ a dagger ഈ get n-ൽ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും? റൂട്ട് n പ്ലസ് 1 root n plus 1 get n plus 1. That is n root n plus 1 get n plus 1. ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിനെ നമുക്ക് പുറത്തെടുക്കാം. റൂട്ട് n plus 1 bra n get n plus 1. bra n get n plus 1. bra psi I bra psi f. ഇതിന്റെ വാല്യൂ 1 ആകുന്നത് i equal to f നാണ്, 0 ആകുന്നത് i not equal to f നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാലും n plus 1 എന്ന് പറഞ്ഞാലും രണ്ട് സ്റ്റേറ്റ് അല്ലേ. ഡിഫറന്റ് സ്റ്റേറ്റ് എടുത്താൽ ഇത് 0 ആവും. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ എ ഡാഗർ ഈക്വൽ ടു 0. ഇത് എഴുതി വെച്ചോ. 0 എന്ന് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, എ ഡാഗർ നമ്മൾ ആ സ്റ്റേറ്റിൽ ആക്ട് ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ നമുക്ക് കിട്ടി. റൂട്ട് n plus 1 കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുത്തു. Then inner product get bra n, inner product bra n get n plus 1. രണ്ടും ഡിഫറന്റ് സ്റ്റേറ്റ് ആണ്. ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ 0 കിട്ടും. അടുത്തത് എക്സ്പെക്ടേഷൻ എ, സം സ്റ്റേറ്റ് n, a n, a acting on some state.
എ ആക്ടിങ് ഓൺ സം സ്റ്റേറ്റ് എന്ത് കിട്ടും? റൂട്ട് എൻ ഇൻറ്റു കെറ്റ് എൻ മൈനസ് വൺ. റൂട്ട് എൻ നമുക്ക് പുറത്തെടുക്കാം. റൂട്ട് എൻ ഇൻറ്റു കെറ്റ് എൻ എൻ മൈനസ് വൺ. കെറ്റ് എൻ ബ്രാ എൻ ഇന്നർ പ്രൊഡക്റ്റ് എൻ എൻ മൈനസ് വൺ. രണ്ടും രണ്ട് സ്റ്റേറ്റ് അല്ലേ? ഒന്ന് എന്നും ഒന്ന് എൻ മൈനസ് വണ്ണും ആണ്. 0 കിട്ടും. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ എ ഈക്വൽ ടു 0. ദെൻ അടുത്തത് 3. എക്സ്പെക്ടേഷൻ എ ഡാഗർ എ സം സ്റ്റേറ്റ് എൻ എ ഡാഗർ എ സം സ്റ്റേറ്റ് എൻ. നമ്മളെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് സം എക്സ് കണ്ടെത്തുമ്പോൾ ഇന്റഗ്രൽ സൈ സ്റ്റാർ എക്സ് സൈ അല്ലേ ചെയ്യണത്? ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് തന്നെയല്ലേ ഇത്? നമ്മളിവിടെ കെറ്റ് എൻ എടുക്കുമ്പോൾ അതിന്റെ ബ്രായൻ, ഇത് രണ്ടും സെയിം സ്റ്റേറ്റ് ആയിരിക്കണേ. നിങ്ങൾ എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ ഇത് രണ്ടും ആ ഇക്വേഷൻ എഴുതുമ്പോൾ സൈ സ്റ്റാർ എക്സ് സൈ അല്ലേ, ഇത് രണ്ടും സെയിം സ്റ്റേറ്റ് ആണ്. ഓർമ്മ ഉണ്ടാവണം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ എ ഡാഗർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. രണ്ടും സെയിം സ്റ്റേറ്റ് എഴുതാൻ പാടുള്ളൂ എക്സ്പെക്ടേഷൻ കണ്ടെത്തുമ്പോൾ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ സൈ ഈക്വൽ ടു കെറ്റ് എൻ പ്ലസ് കെറ്റ് എൻ പ്ലസ് 1 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം വേവ് ഫസ്റ്റ് കെറ്റ് എന്നിൽ നമ്മൾ എക്സ്പെക്ടേഷൻ പ്ലസ് എൻ പ്ലസ് 1 എക്സ്പെക്ടേഷൻ എൻ പ്ലസ് 1 ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത്. എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എടുക്കേണ്ട ആവശ്യമൊക്കെ വരും. പല കേസിലും നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കരുത്. ഓക്കെ, ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കെറ്റ് എൻ എ ഡാഗർ. ആദ്യം ഞാൻ ഈ എനെ ഇവിടെ ആക്ട് ചെയ്യിക്കാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് എൻ ഇൻറ്റു കെറ്റ് എൻ ബ്രാ എൻ എ ഡാഗർ റൂട്ട് എൻ ഇൻറ്റു കെറ്റ് എൻ. എ ഡാഗറിനെ ഞാൻ ഇവിടെ ആക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ എന്ത് എൻ മൈനസ് 1 എൻ മൈനസ് 1 എ ഡാഗറിനെ ഇവിടെ ആക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? കെറ്റ് എൻ റൂട്ട് എൻ ഇവിടെ എഴുതി. എ ഡാഗർ ആക്ടിങ് ഓൺ എൻ മൈനസ് 1 റൂട്ട് എൻ മൈനസ് 1 പ്ലസ് 1 കെറ്റ് എൻ മൈനസ് 1 പ്ലസ് 1. ഈ രണ്ട് ടേംസും കോൺസ്റ്റന്റ് ആണ്. റൂട്ട് എന്നും റൂട്ട് എന്നും വരിക. അപ്പൊ ഞാൻ വെളിയിൽ എടുത്തു. കെറ്റ് എൻ ആക്ടിങ് ഓൺ കെറ്റ് എൻ ഇതെന്താ 1 ആണ്. ദെൻ എ ഡാഗർ എയുടെ വാല്യൂ നിങ്ങൾക്ക് n എന്ന് കിട്ടും. അടുത്തത് നിങ്ങൾ ചെയ്യണം എക്സ്പെക്ടേഷൻ എ ഡാഗർ. കഴിഞ്ഞ പ്രോബ്ലം അത് എ ഡാഗറിന് ബ്രായിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എ ഡാഗറിന് ബ്രായിൽ ഓപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ ഇതിനെ ഇവിടെ കെറ്റിലും ഇതിനെ ബ്രായിലും ആക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രോബ്ലം ആയിക്കോട്ടെ ചെയ്യാം. എക്സ്പെക്ടേഷൻ എൻ എ ഡാഗർ കെറ്റ് എൻ ഇത് ചെയ്യണം. ഞാനിവിടെ ഇതിനെ തിരിച്ച് ആക്ട് ചെയ്യിക്കാൻ പോവാണ്. ഇത് ഇവിടെ ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുക എ ആക്ടിങ് ഓൺ സം ഫംഗ്ഷൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എ ആക്ടിങ് ഓൺ ബ്രാ വെക്ടർ കിട്ടുക
ആ കോൺസ്റ്റന്റിന്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഇൻറ്റു ആ ഫംഗ്ഷൻ ആയിരിക്കും. കോൺസ്റ്റന്റിന്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഇൻറ്റു ബ്രാ ദാറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതിന്റെ അല്ല സോറി സെറ്റിപ്പോയി. നമ്മള് ബ്രാ വെക്ടറിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഓപ്പറേറ്ററിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. ബ്രാ വെക്ടറിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഓപ്പറേറ്ററിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. ദെൻ ഇവിടെ എന്ത് കിട്ടും? ഞാൻ ഇതിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഞാൻ ഇതിന്റെ അകത്ത് കയറ്റി എഴുതുകയാണ്. കറസ്പോണ്ടിങ് ഇതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. A dagger acting on some vector n equal to root n plus 1 get n plus 1. ഇതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ A dagger ആയിരിക്കും. Then get n acting by A dagger. ഇതിവിടെ ആക്ട് ചെയ്താൽ റൂട്ട് n plus 1 കിട്ടും. ഞാൻ ഈ റൂട്ട് n plus 1 പുറത്തേക്ക് എടുത്തു. Then n plus 1 ഇവിടെ n plus 1 n plus 1 get n plus 1 കിട്ടും. Then ഉത്തരം n plus 1 ആയിരിക്കും. അതായത് ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കെറ്റിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ ഓപ്പറേറ്ററിനെ അതേപോലെ തന്നെ ആക്ട് ചെയ്യിപ്പിക്കണം. ബ്രായിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ ഓപ്പറേറ്ററിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. ഇവിടെ എ ഡാഗറിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇവിടെ എയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താ? എ ഡാഗർ ആണ്. കുറച്ചു മുമ്പ് കണ്ടായിരുന്നു എയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എ ഡാഗർ ആണ്. അപ്പൊ നമ്മുടെ ഈ എ ഡാഗർ എടുത്ത് ഈ കെറ്റ് എന്നിൽ ആക്ട് ചെയ്യിപ്പിക്കണം. ദെൻ നിങ്ങൾക്ക് റൂട്ട് n plus n കിട്ടും. ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും? ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്നല്ലേ പറഞ്ഞത്? ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്നാ പറഞ്ഞത്. ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാല് സ്ക്യൂ ഹെർമീഷ്യൻ അല്ല. സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ വരണം. അതല്ല ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാല് എയും എ ഡാഗറും ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാല് എക്ക് ഹോൾ ഡാഗർ എടുത്താൽ എ ഡാഗർ എന്ന് കിട്ടും. എ ഡാഗറിന് ഹോൾ ഡാഗർ എടുത്താൽ എ എന്ന് കിട്ടും. അതാണ് ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാല്. സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ കിട്ടണം. ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിവിടെ ബ്രാ വെക്ടറിലേക്ക് നമ്മുടെ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന കേട്ടോ ഈ കാണിച്ചത്. ബ്രാ വെക്ടറിലേക്ക് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ ഓപ്പറേറ്ററിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. അത്രേ ഉള്ളൂ. ഓപ്പറേറ്ററിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് വേണം ബ്രാ വെക്ടറെ ആക്ട് ചെയ്യിപ്പിക്കാൻ. ഡയറക്റ്റ് ആക്ട് ചെയ്യിപ്പിക്കരുത്. ഈ പ്രോബ്ലം ബ്രാ വെക്ടറിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ പ്ലസ് എ ഡാഗർ. ഇതെന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ പ്ലസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഡാഗർ. ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും. ഇനി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ. ഇതെന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് എ ഡാഗർ പ്ലസ് എ ഡാഗർ എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ. ഇതിന്റെ എക്സ്പെക്ടേഷൻ നിങ്ങൾ കണ്ടെത്തണം. ഇതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തണമെങ്കിൽ എക്സ്പെക്ടേഷൻ എ സ്ക്വയർ കണ്ടെത്തണം, എക്സ്പെക്ടേഷൻ എ ഡാഗർ ഹോൾ സ്ക്വയർ കണ്ടെത്തണം. ബാക്കി രണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം ചെയ്തിട്ട് ഉത്തരം പറ. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യണ്ട, കുറെ സമയം എടുക്കും. അല്ല സമയമല്ല, എക്സ്പെക്ടേഷൻ എ സ്ക്വയർ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എക്സ്പെക്ടേഷൻ n എ സ്ക്വയർ n
ഈ എ സ്ക്വയറിനെ ഞാൻ എ ഇൻറ്റു എ എന്ന് എഴുതി. എ സ്ക്വയറിനെ എ ഇവിടെ ആക്ട് ചെയ്താൽ n-1 ആവും സ്റ്റേറ്റ്. ഞാൻ വീണ്ടും എ n-1 ആക്ട് ചെയ്താൽ n-2 ആകും. ദെൻ നിങ്ങൾക്ക് അവസാനം n സം കോൺസ്റ്റന്റ് കിട്ടും, n-2 എന്ന് കിട്ടും. അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ 0 അല്ലേ? ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞത് n a a n. ഒരു തവണ അനൈലേഷൻ ഓപ്പറേറ്റർ ചെയ്താൽ സ്റ്റേറ്റ് n-1 ആവും. വീണ്ടും അനൈലേഷൻ ഓപ്പറേറ്റർ ചെയ്താൽ സ്റ്റേറ്റ് n-2 ആവും. നിങ്ങൾക്ക് അവസാനം n ഇന്നർ പ്രൊഡക്റ്റ് n-2 എന്ന് കിട്ടും. രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ് അല്ലേ? 0 എന്ന് കിട്ടും. ദെൻ എക്സ്പെക്ടേഷൻ എ സ്ക്വയർ 0 ആണ്. അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ എ ഡാഗർ ഹോൾ സ്ക്വയറും കിട്ടും, അതും 0 ആണ്. ദെൻ നിങ്ങൾക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എ ഡാഗർ പ്ലസ് എക്സ്പെക്ടേഷൻ എ ഡാഗർ എ ആണ് പ്ലസ് ബാക്കി രണ്ട് 0 ആയി പോകും. 0 0. എക്സ്പെക്ടേഷൻ എ ഡാഗർ എന്തായിരുന്നു? n+1. എക്സ്പെക്ടേഷൻ എ ഡാഗർ എ എന്തായിരുന്നു? പ്ലസ് n which is equal to 2n+1. ഇപ്പൊ എഴുതിയ റിസൾട്ട് ഒക്കെ ഒരു പഠിക്കാനുള്ള റിസൾട്ട് ആണ്. പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം പഠിക്കാനുള്ളതാണ്. എക്സ്പെക്ടേഷൻ എ എന്തായാലും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് 0 ആണ്. എ ചെയ്താൽ സ്റ്റേറ്റ് മാറും, ദെൻ അത് 0 കിട്ടും. എക്സ്പെക്ടേഷൻ എ ഡാഗറും 0 ആണ്. എക്സ്പെക്ടേഷൻ എ ഡാഗർ എ ഒന്ന് പഠിക്കണം. എക്സ്പെക്ടേഷൻ എ ഡാഗർ എ ആദ്യം എ സ്റ്റേറ്റിനെ ഒന്ന് കുറയ്ക്കും. ആ കുറച്ച സ്റ്റേറ്റിനെ എ ഡാഗർ ഒന്ന് കൂട്ടും. ദെൻ നമുക്ക് 0 കിട്ടില്ല, സം വാല്യൂസ് കിട്ടും, √n കിട്ടും. ഇത് ഒന്ന് ഓർത്തിരിക്കണം. അടുത്തത് എക്സ്പെക്ടേഷൻ എ ഡാഗർ. എ ഡാഗർ ആദ്യം സ്റ്റേറ്റിനെ ഒന്ന് കൂട്ടും, എ ആ കൂട്ടിയ സ്റ്റേറ്റിനെ കുറയ്ക്കും. ദെൻ നിങ്ങൾക്ക് √n+1 അല്ല n+1 കിട്ടും. എക്സ്പെക്ടേഷൻ എ ഡാഗർ. ദെൻ എക്സ്പെക്ടേഷൻ എ പ്ലസ് എ ഡാഗർ. എക്സ്പെക്ടേഷൻ എ പ്ലസ് എ ഡാഗർ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെക്ടേഷൻ എടുത്താൽ മതി. അത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ്പെക്ടേഷൻ എ 0 ആണ്, എക്സ്പെക്ടേഷൻ എ ഡാഗർ 0 ആണ്. ബട്ട് എക്സ്പെക്ടേഷൻ എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ, അതിൽ ഇങ്ങനെ രണ്ട് ടേം വരും. ആ ടേം വരുന്നത് മൂലം ഇത് 0 ആയി പോകൂല, നിങ്ങൾക്കൊരു 2n+1 കിട്ടും. 2n+1. അടുത്തത് എക്സ്പെക്ടേഷൻ എ മൈനസ് എ ഡാഗർ ഹോൾ സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് മൈനസ് ഓഫ് 2n+1 കിട്ടും. ഇപ്പൊ കിട്ടിയതിന് ഒരു മൈനസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒന്നല്ലേ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഇല്ലെങ്കിൽ അത് എഴുതി വെക്കാം. ദെൻ ഒരു റിസൾട്ട് എഴുതി വെക്കാം. എക്സ്പെക്ടേഷൻ എ പ്ലസ് ഓർ മൈനസ് എ ഡാഗർ ഹോൾ പവർ n which is equal to 0 if n is odd, not equal to 0 if n is even. നിങ്ങൾ സ്ക്വയർ മാത്രം ഓർത്തിരുന്നാൽ മതി. എക്സ്പെക്ടേഷൻ എ പ്ലസ് എ ഡാഗർ ഹോൾ സ്ക്വയർ 2n+1 വരും. എക്സ്പെക്ടേഷൻ എ മൈനസ് എ ഡാഗർ സ്ക്വയർ മൈനസ് ഓഫ് 2n+1 വരും. ദെൻ ഒരു റിസൾട്ടും കൂടെ ഓർത്തിരിക്കണം. എക്സ്പെക്ടേഷൻ എ പ്ലസ് എ ഹോൾ പവർ 4 വിച്ച് ഈസ് ഈക്വൽ ടു 6n² പ്ലസ് 6n+3. കാണാൻ പഠിക്കണം. ഇതും കാണാൻ പഠിക്കണം. ഓക്കെ,
ഓക്കെ, ഇതുവരെ ഇന്നിനി വേറെ കൂടുതൽ എടുക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തത് കണ്ടെത്തേണ്ടത് ഹാർമോണിക് ഓക്സിലേറ്ററിന്റെ എക്സ്പെക്ടേഷൻ എക്സ്, എക്സ്പെക്ടേഷൻ പി എക്സ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടെത്തിയത് സെയിം സ്റ്റേറ്റ് എടുത്തിട്ടാണ്. ഇത് നമ്മൾ സ്റ്റേറ്റ് മാറ്റി ചെയ്യും, n+1 അങ്ങനത്തെ സ്റ്റേറ്റ് ഒക്കെ ചെയ്യും. അതും കൂടെ ഇനി കാണാനുണ്ട്. അത് അടുത്ത ദിവസം പറയാം. ഇന്ന് പഠിപ്പിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക്. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസവും ഒന്നും അറിയാത്ത പോലെയാവും. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. പിന്നെ നാളെ AMB ആണ് രാവിലെ, സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ലെഫ്റ്റ് ആവാം.